തിരുവനന്തപുരത്തേക്കൊന്ന് പോവാം. അവിടെ സമരവേദിയിൽ വിഷുക്കണി ഒരുക്കിയിരിക്കുന്നു ആശാപ്രവർത്തകർ. തപാലിലൂടെയും നേരിട്ടെത്തിയും പലരും സമര നേതാക്കൾക്ക് വിഷുക്കൈനീട്ടവും നൽകി. ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല രാപ്പകൽ സമരം 64-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് പ്രേക്ഷകരെ. നമ്മളെല്ലാവരും സന്തോഷത്തോടെ ഒരു വിഷു ആഘോഷിക്കുമ്പോൾ അവിടെ അവർ പ്രതിഷേധത്തോടെ ഒരു വിഷുവാണ് ആഘോഷിക്കുന്നത്. അശ്വിൻ ഡിയാഗോ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അശ്വിൻ, ഞാൻ പറഞ്ഞു വന്നത് നമ്മളൊക്കെ ഇങ്ങനെ ഹാപ്പി ആയിരിക്കുമ്പോൾ അവിടെ അവർ തീരെ ഹാപ്പി അല്ല അല്ലേ? എനിക്ക് തീർച്ചയായും അതുതന്നെയാണ്. ആ ഒരു കാഴ്ചയാണ്, അതിമനോഹരമായ ഒരു വിഷുക്കണിയാണ് ഇവർ ആശാപ്രവർത്തകർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അവർ ഇന്നലെ തന്നെ ഈ വിഷുക്കണിക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ബാക്കി എല്ലാവരും സന്തോഷത്തോടെ ഒരു വിഷു ആഘോഷിക്കുമ്പോൾ ഇവർ മാത്രം ഇവിടെ ഇങ്ങനെ സമരപ്പന്തലിന് മുന്നിലിരുന്ന് അവരുടെ സങ്കടങ്ങൾ എല്ലാം അറിയിക്കുന്ന രീതിയിലുള്ള ഒരു വിഷുക്കണിയാണ് ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഓ ചേച്ചി, ആ ചേച്ചിയുടെ ഭാഗം നമുക്ക് വിഷുക്കൈനീട്ടവും കിട്ടിയിട്ടുണ്ട്. ഇവരുടെ സമരം ഇന്ന് 65-ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ചേച്ചി, ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഞങ്ങൾക്ക് സന്തോഷം. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വീട്ടിൽ പോകാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. നല്ല ഒരു വാക്ക് ഞങ്ങൾക്ക് കിട്ടട്ടെ. നല്ലൊരു അനുഗ്രഹം ദൈവം ഞങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇത്രയും ദിവസമായല്ലോ, 2 മാസത്തിൽ കൂടുതലായി. അപ്പോൾ ഇനി എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാവും? മാറ്റം വരുമെന്ന് ഞങ്ങൾക്ക് മനസ്സിന് ഉള്ളിൽ പൂർണ്ണ സന്തോഷം തോന്നുന്നു. ഞങ്ങളത് പ്രതീക്ഷിച്ചിരിക്കുന്നു. വീട്ടിലായിരുന്നെങ്കിൽ വിഷു എങ്ങനെയായിരുന്നു ആഘോഷിക്കുന്നത്? എല്ലാ വർഷവും കുടുംബത്തോടെ കൊച്ചുമക്കളും ഞങ്ങളെല്ലാവരും എല്ലാ വർഷവും ആഘോഷിക്കും. പായസമൊക്കെ വയ്ക്കുമായിരുന്നു. പക്ഷേ ഈ വർഷം അതിലൊരു മാനസികമായിട്ടുള്ള, ഇന്നത്തെ ദിവസം മാനസിക പ്രയാസമൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനത് ഒതുക്കി വച്ചിട്ട് ഇപ്പോഴും ഞങ്ങളെല്ലാ ആശമാരും കൂടെ സന്തോഷിച്ച് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട്, ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് മന്ത്രിയുടെ മനസ്സ് മാറി ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളെ വീടുകളിൽ വിടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അവെങ്കിൽ അതുതന്നെയാണ്, മന്ത്രിയുടെയും സർക്കാരിൻ്റെയും മനസ്സു മാറി എത്രയും പെട്ടെന്ന് ഇവർക്ക് വീടുകളിലേക്ക് മടങ്ങാനുള്ള ഒരു പരിഹാരമായി എന്തെങ്കിലും ഉണ്ടാകട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് ഇവർക്കുള്ളത്. ചേച്ചി, വിഷു സാധാരണ എങ്ങനെ വീട്ടിലാണെങ്കിൽ എങ്ങനെ ആഘോഷിക്കാറ്? വീട്ടിലാണെങ്കിൽ നമ്മൾ കണിക്കൊന്ന സാധാരണ കണി കാണും, പിന്നെ കൈനീട്ടം എല്ലാവരും തരും. പിന്നെ അതൊരു സന്തോഷം തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വക ആരോഗ്യവും ആയുസ്സും ഐശ്വര്യങ്ങളും എല്ലാവിധ ഐശ്വര്യങ്ങളും നേരുന്നു. സമരം ഇപ്പോൾ 65 ദിവസങ്ങളായല്ലോ, 2 മാസം പിന്നിടുന്നു. നിരാഹാര സമരം 25 ദിവസം പിന്നിടുകയാണ്. അപ്പോൾ ഇതുവരെയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ മാത്രം ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല. ഈ വിഷു ദിനത്തിലെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു കൈനീട്ടമായിട്ട് ഒരു പരിഹാരം ഉണ്ടാവും? പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ സർക്കാരിന് അങ്ങനെ ഒരു തോന്നലുണ്ടായി അത് എത്രയും പെട്ടെന്ന് നമ്മുടെ സമരം തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കണമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം. കാരണം പലവിധ പ്രശ്നങ്ങളുടെ മധ്യേ ആയിരുന്നുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ സജീവമായിട്ട് സമരത്തിലായിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആശമാരെ ചേർത്ത് പിടിക്കുന്നത് പോലെ പറയുന്നത് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ അത് പ്രവൃത്തിയിലും കൂടെ ഉണ്ടാകണമെന്നുള്ള ഒരു വലിയൊരു ആഗ്രഹം എല്ലാ ആശമാർക്കും ഉണ്ട്. എത്രയും പെട്ടെന്ന് സർക്കാരിന് അങ്ങനെ ഒരു മനസ്സ് തോന്നട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയും കൂടിയുണ്ട്. അശ്വിൻ, എന്തായാലും അവരുടെ ഒരുപാട് പേരുടെ വാക്കുകൾ ഈ ദിവസം കേൾക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്.